നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പത്തനംതിട്ടയിൽ സർക്കാർ സ്കൂളിലെ പ്യൂണിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ആളൊഴിഞ്ഞ പ്രദേശത്ത് തൂങ്ങി മരിച്ച നിലയിലാണ് പ്യൂണിനെ കണ്ടെത്തിയത്. കോന്നി മുതുപേഴുങ്കൽ സ്വദേശി ബെജിവിനെയാണ് ഇത്തരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 52 വയസ്സായിരുന്നു. പത്തനംതിട്ട കൂടൽ സർക്കാർ സ്കൂളിലെ ജീവനക്കാരനാണ് ബെജി. അപകീർത്തി പ്രചാരണം നടത്തിയെന്ന് ആരോപിച്ച് ബെജിക്കെതിരെ മുമ്പ് ജോലി ചെയ്തിരുന്ന സ്കൂളിലെ പ്രഥമ അധ്യാപിക പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ സംഭവത്തിൽ ബെജിയെ പോലീസ് വിളിപ്പിച്ചിരുന്നു. പിന്നാലെ ബെജിയെ കാണാതായി. തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. പിന്നീടാണ് വീടിനകലെയുള്ള ആളൊഴിഞ്ഞ പ്രദേശത്ത് തൂങ്ങി മരിച്ച നിലയിൽ ബെജിയെ കണ്ടെത്തിയത്. പത്തനംതിട്ട കൂടൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ജീവനക്കാരനായ മുതുപേഴുങ്കൽ സ്വദേശിയാണ് മരിച്ചത്. കോന്നി ഊട്ടുപാറയിലെ പറമ്പിൽ നിന്നുമാണ് മൃതദേഹം കണ്ടെത്തിയത്. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. ബെജി നേരത്തെ ജോലി ചെയ്തിരുന്നത് കോന്നി എലിമുള്ളം പ്ലാക്കിലെ സർക്കാർ സ്കൂളിലായിരുന്നു. അധ്യാപിക അഴിമതിക്കാരിയാണെന്ന് ആരോപിച്ച് ബെജി വിദ്യാഭ്യാസ വകുപ്പിലേക്ക് കത്തുകൾ അയച്ചിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അത് മാനഹാനി ഉണ്ടാക്കിയെന്നും അപകീർത്തികരമായ പ്രചാരണം നടത്തിയെന്നും ആരോപിച്ചുമാണ് പ്രധാന അധ്യാപിക ബെജിക്കെതിരെ പോലീസിൽ പരാതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തിരുന്നു. പരാതിയിൽ മനംനൊന്താണോ ഇത്തരത്തിലൊരു കടുങ്കൈ ചെയ്തത് എന്ന ചോദ്യം ശക്തമാവുകയാണ്. എന്തായാലും പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിരുന്നു. കൂടുതൽ വിവരങ്ങളൊക്കെ വരും മണിക്കൂറുകളിൽ പുറത്തുവരും. മറ്റൊരു വാർത്ത കൂടി ഇന്ന് നമ്മളെല്ലാം ഏറെ ആഴത്തിൽ വേദനിപ്പിച്ച ഒരു വാർത്തയാണ് നിലമ്പൂർ ഉണ്ടായത്. നിലമ്പൂർ വഴിക്കടവിൽ ഷോക്കേറ്റ് മരിച്ച 10ാം ക്ലാസ് വിദ്യാർത്ഥി അനന്തുവിന് നാടിന്റെ ആദരാഞ്ജലി. ഈ കേസിൽ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ മുഖ്യപ്രതി അറസ്റ്റിലായിട്ടുണ്ട്. വഴിക്കടവ് വെള്ളക്കെട്ട് സ്വദേശി വിനീഷാണ് അറസ്റ്റിലായത്. കാട്ടുപന്നിയുടെ ഇറച്ചിക്ക് വേണ്ടിയാണ് ഇയാൾ കെണിവെച്ചത് എന്നാണ് പുറത്തുവരുന്ന വിവരം. വിനീഷ് നേരത്തെയും സമാനമായ രീതിയിൽ കെണിവെച്ച് പന്നിയെ പിടികൂടിയിരുന്നു. ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുകയാണ്. ഡിവൈഎസ്പി കെ അലവിക്കാണ് അന്വേഷണ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോലീസിന് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ടാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണ ചുമതല കൈമാറുന്നതെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രതിയുടെ ഫോൺ കോൾ വിവരങ്ങൾ അടക്കം വിശദമായി പരിശോധിക്കും. മറ്റാർക്കെങ്കിലും ഈ ഒരു കേസിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ കെണി വെച്ചതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന തരത്തിലുള്ള ഒരു അന്വേഷണമൊക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ വിവാദവും കൂടി ഉടലെടുത്തിരിക്കുകയാണ്. CPM നേതാക്കളൊക്കെ പ്രതികരിച്ചത് നമ്മൾക്കറിയാവുന്നതാണ്. അതായത് ഇതിന് പിന്നിലൊരു ദുരൂഹതയുണ്ട്. ഇത്തരത്തിൽ ഒരു കൊലപാതകമാണ് അല്ലെങ്കിൽ ഈ ഒരു ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇതൊരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റാൻ തരത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നതടക്കമുള്ള പ്രതികരണം ഇപ്പോൾ LDFിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റാർക്കെങ്കിലും ഈ ഒരു സംഭവത്തിൽ പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കും. മരിച്ച അനന്തുവിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് കൈമാറി. തോട്ടിൽ മീൻ പിടിക്കാൻ പോയപ്പോഴാണ് അനന്തുവിനും സുഹൃത്തുക്കൾക്കും ഷോക്കേറ്റ് പരിക്കേറ്റ സുഹൃത്തുക്കളുടെ നില ഗുരുതരമല്ല. പക്ഷേ അനന്തുവിന് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായി. അനന്തുവിൻ്റെ വയറിൽ നേരിട്ട് ഷോക്കേറ്റതാണ് മരണത്തിന് കാരണമായത്. വയറിൽ ഷോക്കേറ്റ് പൊള്ളലേറ്റതിൻ്റെ പാടുണ്ട്. എന്തായാലും അതിദാരുണമായ അന്ത്യമാണ് സംഭവിച്ചിരിക്കുന്നത്. അതിദാരുണമായ സംഭവം അനന്തുവിൻ്റെ വീട്ടിൽ നമുക്ക് ചിന്തിക്കാവുന്ന അപ്പുറമാണ് ആ വീടിൻ്റെ അവസ്ഥ. തീർച്ചയായിട്ടും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഏതവസ്ഥയിലായിരിക്കും വീട്ടുകാർ എന്നതടക്കമുള്ള കാര്യങ്ങൾ. വഴിക്കടവ് വെള്ളക്കട്ടയിലാണ് ഇന്നലെ രാത്രി ഈ സംഭവം ഉണ്ടായത്. ഷാനു, യദു എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റ മറ്റ് 2 പേർ. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ് എന്നാണ് റിപ്പോർട്ടുകൾ. പിന്നീട് എന്തായാലും കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുത്തു. വഴിക്കടവ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വഴിക്കടവിലെ മണിമൂളി ക്രൈസ്റ്റ് കിങ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും അന്ത്യാഞ്ജലി അർപ്പിച്ചു. സഹപാഠികൾ പലരും പൊട്ടിക്കരയുന്ന കാഴ്ച തീർച്ചയായിട്ടും പലർക്കും ഈ ക്ലാസ്സിലുള്ള കുട്ടികൾക്കൊക്കെ അത് അംഗീകരിക്കാൻ പോലും കഴിയാത്തൊരു സംഭവമായി മാറിയിരിക്കുകയാണ്. അധ്യാപകർക്കും അത് ഉൾക്കൊള്ളാനാകുന്നില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു കുട്ടിയായിരുന്നു അനന്തു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. നന്നായിട്ട് പാട്ട് പാടുന്ന ഒരു കുട്ടിയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പ്രത്യേകിച്ച് ഒരു ദിവസം ക്ലാസ്സിൽ ഈ കുട്ടി വന്നില്ലെങ്കിൽ അവന് മിസ് ചെയ്യുന്ന തരത്തിലുള്ള അത്തരത്തിൽ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടിയാണ് നഷ്ടമായിരിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലൊരു കുട്ടി തിരിച്ചു വരില്ല എന്നറിയുമ്പോൾ അത് എല്ലാവരെയും വളരെയധികം വേദനയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. എന്തായാലും സ്കൂളിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയി. നാടാകെ അനന്തുവിനെ കാണാൻ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത്. എന്തായാലും സംസ്കാര ചടങ്ങുകൾ
വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പ്രദേശവാസിയായ വിനീഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നരഹത്യാ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തു. ഫുട്ബോൾ കളിച്ച ശേഷം മടങ്ങി വരുമ്പോഴായിരുന്നു അപകടമുണ്ടായത്. അനന്തുവിനും മറ്റ് 2 സുഹൃത്തുക്കൾക്കും ഷോക്കേറ്റു. വൈദ്യുതി ലൈനിൽ നിന്ന് അനധികൃതമായി കേബിൾ വഴി ബന്ധിപ്പിച്ച കമ്പിവേലിയിൽ നിന്നാണ് ഇത്തരത്തിൽ ഇവർക്ക് ഷോക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഭാരതീയ ന്യായ സംഹിത 105 വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അനന്തുവിന്റെ ബന്ധു സുരേഷിന്റെ പരാതിയിലാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. അനന്തുവിനെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ സുരേഷിനും ഷോക്കേൽക്കുകയായിരുന്നു. അതേസമയം ലൈനിൽ നിന്ന് അനധികൃതമായി വൈദ്യുതി മോഷ്ടിച്ച് പന്നിക്കണി സ്ഥാപിക്കുന്നതായി 7 മാസം മുൻപ് KSEBിക്ക് പരാതി നൽകിയിരുന്നുവെന്നും KSEB വേണ്ട രീതിയിലുള്ള നടപടി സ്വീകരിച്ചില്ല, അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഇപ്പോൾ പ്രദേശവാസികൾ ഉന്നയിക്കുന്നുണ്ട്. എല്ലാവരുടെയും കൺമുന്നിലാണ് മോഷണം നടക്കുന്നത്, ആരോടും പരാതി പറഞ്ഞിട്ടും കാര്യമില്ല എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. പന്നിയെ പിടിക്കാനാണ് കെണി വയ്ക്കുന്നത്. ഭൂമി ഉടമസ്ഥന് ഇതുമായി ബന്ധമില്ല. 5 കുട്ടികൾ ഉണ്ടായിരുന്നു. ഷോക്കേറ്റ് ഒരു കുട്ടി തൻ്റെ വീട്ടിലേക്ക് ഓടി വന്നു. 3 കുട്ടികൾ വെള്ളത്തിൽ കിടക്കുകയായിരുന്നു. ഒരാൾ കരയിലുണ്ടായിരുന്നു. കമ്പ് ഉപയോഗിച്ച് ഒരു കുട്ടിയെ വെള്ളത്തിൽ നിന്ന് മാറ്റി. മാത്രമല്ല, കൂട്ടുകാരെ വിളിച്ചു പറഞ്ഞ് ഫ്യൂസ് ഊരിയ ശേഷം മറ്റു കുട്ടികളെ സ്ഥലത്ത് നിന്ന് മാറ്റി. മരിച്ച കുട്ടി മുഖം ഇടിച്ചാണ് വീണത് എന്നതടക്കമുള്ള ഒരു വെളിപ്പെടുത്തൽ പ്രദേശവാസികൾ മാധ്യമങ്ങളോട് നടത്തിയിരുന്നു. തീർത്തും ഭയാനകമായ കാഴ്ച തന്നെയാണ് പ്രദേശവാസികളും ഈ സംഭവം ഉണ്ടായപ്പോൾ കണ്ടത്. ഇറച്ചിക്കായി പന്നി പിടിക്കൽ ഇവിടെ ബിസിനസ്സാണ് എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. കുട്ടി ഷോക്കേറ്റ് മരിച്ച തോടിന്റെ ഒരു വശത്ത് കാടും മറുവശത്ത് കൃഷിഭൂമിയുമാണ് ആയിരിക്കുന്നത്. ഇതിനു മുൻപ് ഒരാൾ ഷോക്കേറ്റ് മരിച്ചിട്ടുണ്ട് എന്നും പ്രദേശവാസികൾ വ്യക്തമാക്കി. KSEB ലൈൻ പ്ലാസ്റ്റിക് കേബിൾ കൊണ്ട് കവറിംഗ് നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അത് നടക്കാത്ത സാഹചര്യമായിരുന്നു. ആളുകൾ സഞ്ചരിക്കുന്ന പാതയാണ്, പക്ഷെ കെണി വച്ചിരുന്നാലും ശ്രദ്ധിക്കില്ല. അത്തരത്തിൽ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന രീതിയിലല്ല ഇവർ കെണി വയ്ക്കുന്നതെന്നതും ഏറ്റവും ശ്രദ്ധേയം. മീൻ പിടിക്കാനായി കുടുംബത്തോടെ പലരും എത്തുന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ പന്നിയെ പിടിക്കാൻ വൈദ്യുതി ഈ ഒരു ഷോക്കൊക്കെ വയ്ക്കുന്ന അല്ലെങ്കിൽ ഘടിപ്പിക്കുന്ന സ്ഥലമാക്കി മാറ്റിയിരിക്കുന്നത്. വൈദ്യുതി മോഷ്ടിച്ച് ഇത്രയും ദൂരം ലൈൻ വലിക്കുന്നത് ആദ്യമായാണെന്നും 1/2 കിലോമീറ്ററോളം നീളത്തിൽ വയർ വലിച്ചിട്ടുണ്ടെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തുകയുണ്ടായി. എന്തായാലും നമുക്കറിയാം, ഇപ്പോൾ നിലമ്പൂർ രാഷ്ട്രീയ പോരാട്ടം നടക്കാൻ പോകുന്ന ഇടമാണ്. അവിടെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകളും ഉണ്ടാകും. ഇപ്പോൾ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പ്രതികരിച്ചിരിക്കുന്നത് സർക്കാരിൻ്റെ വീഴ്ചയാണ് കുട്ടിയുടെ മരണത്തിന് ഇടയാക്കിയത് എന്നാണ്. വൈദ്യുതി കെണികൾ കൊണ്ട് KSEB മൗനാനുവാദം നൽകിയിട്ടുണ്ടെന്നും ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. ദുഃഖകരമായ സാഹചര്യമാണെന്നും വിശദമായ അന്വേഷണം നടത്തണമെന്നും LDF സ്ഥാനാർത്ഥി M സ്വരാജ് പ്രതികരിച്ചു. നിലമ്പൂരിൽ റോഡ് ഉപരോധിച്ച് UDF പ്രവർത്തകർ കഴിഞ്ഞ ദിവസം പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി. പോലീസും പ്രവർത്തകരുമായി ഉന്തും തള്ളലുമുണ്ടായി. എന്തായാലും ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു തലത്തിലേക്ക് കൂടി ഈ ഒരു സംഭവം നീങ്ങിയിട്ടുണ്ട്.